തുരുത്തിപ്പള്ളി സെന്റ് മേരീസ് പബ്ലിക് സ്കൂളിൽ ലഹരിക്കെതിരെ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. ലഹരിയെ തുടച്ചു നീക്കുവാനായി വിദ്യാർത്ഥികൾ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി. അല്ലപ്ര നേതാജി ക്ലബിന്റെ ആഭിമുഖ്യത്തിലാണ് തുരുത്തിപ്പള്ളി സെന്റ് മേരീസ് പബ്ലിക് സ്കൂളിൽ മദ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ ബോധവൽക്കരണ സെമിനാർ നടത്തിയത്. റവറന്റ് ഫാദർ സജി ജോബ് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ എൽദോസ് PJ സ്വാഗതം പറഞ്ഞു. എറണാകുളം പ്രിൻസിപ്പൽ മജിസ്ട്രേറ്റ് പത്മകുമാർ G സെമിനാർ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ തഞ്ചം പാർത്തിരിക്കുന്നവരുടെ കയ്യിലേക്ക് ഈ കൂടുതൽ ഈ പാവപ്പെട്ട കുടുംബത്തിലെ കുട്ടികൾ അവരെയാണ് അവർ കയ്യിലെടുക്കുന്നത്. കാരണം അവരെ ഏത് വിധേയയും അവർക്ക് പ്രലോഭിപ്പിക്കാൻ കഴിയും. ഭക്ഷണം കിട്ടാത്തവരായിരിക്കും, വസ്ത്രം കിട്ടാത്തവരായിരിക്കും, നല്ല സുഖ സൗകര്യങ്ങളില്ലാത്തവരായിരിക്കും. അവർക്ക് അത്തരത്തിലുള്ള പ്രലോഭനങ്ങൾ ഒറ്റ നേടിക്കൊണ്ട് അവരെ ഈ ചങ്ങലയിൽ അവർ അകപ്പെടുത്തും. അതിനവർ നൽകുന്ന ഞങ്ങൾ കോടതിയിൽ കാണുന്ന കാര്യമാണ് ഈ പറയുന്നത് കേട്ടോ. ബഹുമാനായ അച്ഛൻ പറഞ്ഞ പോലെ ഇതൊരു ഉപദേശമല്ല, ഇത് അനുഭവത്തിന്റെ നിറസാക്ഷ്യം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതാണ്. സെന്റ് മേരീസ് കോൺഫറൻസ് ഹാളിൽ നടന്ന സെമിനാറിൽ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിലെ അംഗങ്ങളായ അഡ്വക്കേറ്റ് ഉല്ലാസ് മധു, അഡ്വക്കേറ്റ് ജിൻസി മോൾ കുര്യൻ തുടങ്ങിയവർ ക്ലാസ് നയിച്ചു. ആൻറ്റി ഡ്രഗ് അവെയർനെസ് പ്രോഗ്രാമാണ് സെൻറ്റ് മേരീസ് സ്കൂളും അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ യൂത്ത് മൂവ്മെൻറ്റ് നേതാജി യൂത്ത് മൂവ്മെൻറ്റ് ക്ലബ്ബുമായി ചേർന്ന് ജുവനൈൽ ജസ്റ്റിസ് ബോർഡുമായി സഹകരിച്ചുകൊണ്ട് പങ്കെടുത്ത് നടപ്പിലാക്കിയത്. ഇവിടുത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ലഹരിയുമായി ബന്ധപ്പെട്ട നിയമത്തെ സംബന്ധിച്ചും പ്രത്യേകിച്ച് ബാലാവകാശ നിയമങ്ങളെ സംബന്ധിച്ചുമാണ് ഇന്നിപ്പോൾ ബഹുമാനനായ ജില്ലയുടെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് പ്രിൻസിപ്പൽ മജിസ്ട്രേറ്റ് ശ്രീ പത്മകുമാർ G അവരുടെ നേതൃത്വത്തിൽ ഈ സെഷൻ ഇവിടെ നടന്നത്. വളരെ ഭംഗിയായിട്ട് കുട്ടികൾക്ക് വേണ്ട നിയമങ്ങളെ സംബന്ധിച്ചും ബാലാവകാശ നിയമങ്ങളെ സംബന്ധിച്ചും പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ലഹരിയുമായി ബന്ധപ്പെട്ട് കുട്ടികളിൽ ഉണ്ടാകുന്ന മാറ്റവും കുട്ടികൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ചും അതിൽ ലഹരിയുടെ പങ്കാളിത്തം എത്രത്തോളം വലുതാണ് എന്നുള്ളത് സമൂഹത്തെ മനസ്സിലാക്കി കൊടുക്കുകയാണ് ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ മജിസ്ട്രേറ്റ് ഈ സെഷനിലൂടെ ചെയ്തിട്ടുള്ളത്. കുട്ടികൾക്ക് ആ രീതിയിലുള്ള ഒരു അവബോധം കൊടുത്തുകൊണ്ട് നാളുകളിൽ കുട്ടികൾ ലഹരിയുമായി ബന്ധപ്പെട്ട നിയമപ്രശ്നങ്ങളിലേക്ക് കുരുക്കുകളിലേക്ക് എത്തപ്പെടരുത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ള പ്രധാനപ്പെട്ട വാക്കുകൾ. അത് വളരെ ഭംഗിയായി കുട്ടികൾ മനസ്സിലാക്കിക്കൊണ്ട് നാളുകളിൽ അവരുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള ലഹരിക്ക് അടിമപ്പെട്ടുള്ള ക്രൈം റേറ്റ് ഉണ്ടാകാതിരിക്കുകയും മറ്റു തരത്തിലുള്ള പോക്സോ പോലെയുള്ള കുറ്റകൃത്യങ്ങളിലേക്ക് ഇടപെടാതിരിക്കുകയും പോകാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ നിയമബോധവൽക്കരണ പരിപാടിയുടെ മുഖ്യമായ ലക്ഷ്യം. ഇത് ഈ സെൻറ്റ് മേരീസ് സ്കൂളും അതുപോലെ നമ്മുടെ ഈ ക്ലബ്ബും വളരെ ഭംഗിയായിട്ട് ഓർഗനൈസ് ചെയ്ത് ഇന്നത്തെ ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ ഒത്തിരിയേറെ കുറ്റകൃത്യങ്ങൾ ലഹരിയുമായി ബന്ധപ്പെട്ട് സമൂഹത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവ് കൊണ്ടാണ് അവർ ഈ ഒരു ടോപ്പിക് എടുത്തുകൊണ്ട് വിദ്യാർത്ഥികൾക്കിടയിൽ ഇങ്ങനെയൊരു സന്ദേശം എത്തിക്കുക എന്നുള്ള മുഖ്യ ലക്ഷ്യത്തോടുകൂടി ഈ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത്. സെൻറ്റ് മേരീസ് പബ്ലിക് സ്കൂളിൻ്റെ നേതൃത്വം നടത്തപ്പെട്ടിട്ടുള്ള ഈ ക്യാമ്പയിൻ നമ്മുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളിൽ ദേശീയബോധം ഒരുപാട് പോസിറ്റീവായിട്ട് ജീവിക്കാനുള്ള എല്ലാ തലങ്ങളിലും അവരെ കരുപ്പിടിപ്പിക്കാനുള്ള എല്ലാ മാർഗങ്ങളും ഈ ഇന്നത്തെ ക്ലാസ്സിലൂടെ കുഞ്ഞുങ്ങൾ സ്വായത്തമാക്കിയിട്ടുണ്ട്. നല്ല വ്യക്തിത്വങ്ങളായി സമൂഹത്തിനും അവരുടെ കുടുംബങ്ങൾക്കും മാതാപിതാക്കൾക്കും എല്ലാവർക്കും പ്രയോജനപ്രദമായിട്ടുള്ള നല്ല വ്യക്തിത്വങ്ങളെ രൂപാന്തരപ്പെടാനുള്ള മനോഹരമായിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു ഇത്. മറ്റുള്ള കുഞ്ഞുങ്ങൾക്കും മറ്റുള്ളവർക്കും പ്രചോദനമാകട്ടെ എന്ന് വളരെ വിനയത്തോടെ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. ഇന്നത്തെ ഈ സാമൂഹ്യ ചുറ്റുപാടിൽ കുട്ടികൾ ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം കൂടിയതുകൊണ്ട് നമ്മുടെ സെൻറ്റ് മേരീസ് സ്കൂളും നേതാജി യൂത്ത് മൂവ്മെൻറ്റ് അല്ലപ്രയും ചേർന്ന് സംഘടിപ്പിച്ച ഈ ഒരു അവയർനെസ് പ്രോഗ്രാം അത് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ ജുവനൈൽ ജസ്റ്റിസ് പത്മകുമാർ സാറാണ്. നല്ല രീതിയിലുള്ള ഒരു ക്ലാസ് കൊടുക്കുകയും കുട്ടികളെ ഈ ഡ്രഗ്സിൻ്റെ ഉപയോഗം നമുക്ക് എങ്ങനെ തടയാം എന്നും അതിനെക്കുറിച്ച് കൂടുതൽ അവബോധം കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ലൊരു ക്ലാസ് സാറ് നയിച്ചു. എന്തായാലും ഈ സ്കൂളിന് വേണ്ടിയിട്ട് സാറിനോടും അതുപോലെ നേതാജി ക്ലബിനോടുമുള്ള സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. മയക്കുമരുന്ന് ഇന്നിന്റെ ശാപമാണെന്നും സമൂഹത്തിൽ നിന്നും ഇതിനെ നിർമ്മാർജ്ജനം ചെയ്യാൻ പുതുതലമുറയ്ക്ക് കഴിയണം എന്നുള്ള സന്ദേശവും അതിനുവേണ്ട മുൻകരുതലുകളും ഈ ക്ലാസ്സിലൂടെ കുട്ടികൾക്ക് ലഭിച്ചു. വിദ്യാർത്ഥികൾ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി. സ്കൂൾ പ്രിൻസിപ്പൽ ജിജിമോൾ M, വൈസ് പ്രിൻസിപ്പൽ ധന്യ രാമചന്ദ്രൻ, നേതാജി യൂത്ത് ക്ലബ് പ്രസിഡന്റ് MI വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു. മ്യൂസിക് തെറാപ്പിസ്റ്റ് അനിത രാമൻകുട്ടി ലഹരി വിരുദ്ധ സന്ദേശം നൽകിയതിനൊപ്പം ഗാനവും പങ്കുവച്ചു.
ന്യൂസ് ബ്യൂറോ വെങ്ങോല.